خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് നമുക്ക് ലഭിച്ച മഹത്തായ ഒരു കാരുണ്യമാണ്. ഈ പ്രപഞ്ചത്തിലെ അഖില വസ്തുക്കളും ഇവിടെയുള്ള ഏറ്റവും ഉന്നതനായ മനുഷ്യന് വേണ്ടി ഒരുക്കിയതാണ്. ഖലഖലക്കും മാഫിൽ അർളി ജമിയ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടച്ചു. ഈ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പല രൂപത്തിൽ അനുഭവിക്കുകയും ആസ്വദിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുടുംബസമേതം കൂട്ടുകാരോടൊപ്പം ഈ നാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ നിർണായകമായ ഒരു ചോദ്യം ലോകത്തുള്ള അഖില പ്രവാചകന്മാരും സമൂഹത്തോട് ചോദിച്ചത്, എല്ലാ വേദങ്ങളും ഉന്നയിച്ച ഒരു ചോദ്യം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ നാം പാഴായി പടച്ചതാണ് എന്ന്, ഒരിക്കലും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന്? ആരുടെ ചോദ്യം? നമ്മുടെ സ്രഷ്ടാവിന്റെ ചോദ്യം, ഈ പ്രപഞ്ചത്തിന്റെ നിയന്താവിന്റെ ചോദ്യം, സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിന്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരോടും, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അലതല്ലേണ്ട ചോദ്യം. നിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചത്, നിങ്ങൾക്ക് പ്രാണവായു നൽകിയത്, ജീവജലം നൽകിയത്, ഭക്ഷണം നൽകിയത്, ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകലമാന സന്നാഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിച്ചത്, ഇത് വെറുതെയാണ്, ഒരു നേരം പോക്ക്, ഒരു അനാവശ്യമായ പ്രവർത്തനം എന്ന രീതിയിലാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നാം നിങ്ങളെ ഒരു കാര്യവുമില്ലാതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ ആരും ഒരിക്കലും നമ്മിലേക്ക് മടങ്ങുകയില്ല, മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിച്ചു. ഈ ചോദ്യത്തിന് ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള, പ്രമാണങ്ങൾ പഠിച്ചറിയാൻ അവസരം കിട്ടിയിട്ടുള്ള ഓരോരുത്തരും, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും നൽകുന്ന മറുപടി, അള്ളാഹുവേ, നീ ഞങ്ങൾ വെറുതെ പഠിച്ചതല്ല, തീർച്ചയായും അടുത്ത ദിവസം ഞങ്ങൾ നിന്റെ അരികിലേക്ക് വരേണ്ടവരാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോരുത്തരും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഇന്ന് മിക്കവാറും നമ്മുടെ അവസാനത്തെ ദിവസമായി. ഇനിയൊരൽപ്പം ആയുസ് നീട്ടിക്കിട്ടിയാൽ തന്നെ അത് ഇത്ര എന്നുണ്ട്, വളരെ പെട്ടെന്ന് കഴിയും. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാം മരണം രുചിക്കുക തന്നെ ചെയ്യും. പിന്നീട് നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുന്നത് അന്തിമ നാളിലാണ്. എന്താണ് ഈ പ്രതിഫലം? പരമകാരുണികനായ, സർവജ്ഞനും സാക്ഷാൽ ആരാധ്യനുമായ അള്ളാഹു ഈ ഭൂമുഖത്ത് നമ്മെ സൃഷ്ടിച്ചു. വെറുതെ നമ്മളെ പടച്ചതല്ല എന്നും അതിലൊരു ലക്ഷ്യമുണ്ടെന്നും പഠിപ്പിച്ചു. അത് തെളിവ് സഹിതം സമർപ്പിക്കാനായി പ്രവാചകന്മാരെ, റസൂലുമാരെ അയച്ചു. ആ റസൂലുമാർക്ക് വേദഗ്രന്ഥങ്ങളും നൽകി. അങ്ങനെ അവർ കിതാബുകൾ ഓതി കേൾപ്പിച്ച് എന്താണ് ജീവിത ലക്ഷ്യമെന്ന് പഠിപ്പിച്ച് അതിലെങ്ങനെ വിജയിക്കാമെന്ന് പഠിപ്പിച്ചു. അത് പഠിച്ചറിയാനുള്ള ചിന്താശേഷിയും ഉന്നതമായ ബുദ്ധിയും ദിഷണാശക്തിയും എല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി നൽകി. എങ്ങനെയാണ് ജീവിത ലക്ഷ്യം വിജയപ്രദമാക്കാൻ ജീവിക്കേണ്ടത് എന്നതിന്
നബിമാരിലൂടെയും അനുയായികളിലൂടെയും വ്യക്തമായ ഒരു മാതൃക നമ്മുടെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും. എല്ലാം തെളിഞ്ഞു നിൽക്കുന്നു. എങ്ങനെ ജീവിക്കണം, നന്മയുടെ ജീവിതം, പരലോക വിജയത്തിന്റെ, സ്വർഗപ്രവേശനത്തിന്റെ ജീവിതം, നരകമോചനത്തിന്റെ ജീവിതം എങ്ങനെയെന്ന് കൃത്യമായി അത് പഠിപ്പിച്ചു. ആരൊക്കെ പഠിച്ചു, ആരൊക്കെ അവനവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു, ആരൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുടുംബത്തെ വളർത്തിയെടുത്തു, ആരൊക്കെ അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് അത് അറിയിച്ചു കൊടുത്തു. ഇതൊക്കെ കൃത്യമായി പരിശോധിച്ച് വിജയിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം, പരാജയപ്പെടുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലം. പരാജയത്തിന് എപ്പോഴും നഷ്ടവും നാശവുമാണ്, ശാപവും നരകവുമാണ്. കൃത്യമായ പൂർണ്ണമായ പ്രതിഫലം അന്തിമ നാളിലാണ് പിന്നീട് ലഭ്യമാവുക. അന്ന് ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവൻ വിജയിച്ചു. ഈ ദുനിയാവിലെ കുറച്ചു കൊല്ലത്തെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗാവകാശിയാകണം. ഇനി മരണമില്ലാത്ത ഒരു ലോകം, ആ ലോകത്ത് അനശ്വരമായ സുഖാനുഭൂതികളുടെ സ്വർഗം അവന് ലഭിക്കണം. ആ സ്വർഗം നേടിയവൻ ആര്? അതേപോലെ ഇബ്ലീസിനെയും ഇബ്ലീസിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട ആളുകളെയും കാത്തിരിക്കുന്ന, ഒരിക്കലും തടുക്കാൻ കഴിയാത്ത ശരീരങ്ങളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന, നമ്മുടെ തലയുടെ ബലവത്തായ തൊലിയെപ്പോലും കരിച്ചു കളയുന്ന നികൃഷ്ടവും തുല്യവുമായ നരകത്തിന്റെ കെടുതി, അതിൽ നിന്ന് കരകയറണം. ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അതിനു മുമ്പുള്ള ഒരു ചെറിയ അവസ്ഥയാണ് ഈ ദുനിയാവ്. നമുക്ക് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, മൂന്നാമതൊരു സംഗതി ഇല്ല. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുക. ലോകത്തുള്ള ജനങ്ങളെല്ലാം മരിക്കുന്നതോടുകൂടി അവരുടെ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും ഉടമസ്ഥനും സർവാധികാരിയുമായ അള്ളാഹുവിന്റെ കൺമുന്നിൽ രണ്ട് ടീമായി മാറും. ഒന്ന്, തങ്ങളെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് തിരിച്ചറിയുകയും അതിനോട് കൂറുപുലർത്തി നന്മയുടെ വഴിയിലൂടെ മുന്നോട്ടു പോവുകയും മരണം വരെ അള്ളാഹുവിന്റെ സംതൃപ്തി സ്വന്തമാക്കുകയും ചെയ്ത് സ്വർഗാവകാശികളായി തീരുന്ന ഒരു വിഭാഗം. മറ്റുള്ളവരെല്ലാം നരകത്തിലേക്ക്. ഇങ്ങനെ രണ്ട് സംഖ്യയുണ്ട്. അല്ലാതെ പാർട്ടികളും കുടുംബങ്ങളും നാടുകളൊക്കെ ആയിട്ട് ഒരുപാട് ടീമല്ല. അള്ളാഹുവിന്റെ മുന്നിൽ എത്തുമ്പോൾ അവസാനം രണ്ട് ടീമാണ്, സ്വർഗത്തിന്റെ ആൾക്കാർ, നരകത്തിന്റെ ആൾക്കാർ. അങ്ങനെ അവർ ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നത് എന്ന് നമ്മൾ നന്നായി പഠിക്കണം, ചിന്തിക്കണം. അതിന് ഭാഗ്യം കിട്ടുന്നവർ ഈ ജീവിതം വിജയിപ്പിച്ചവരാണ്. അതിനാണ് ഈ ദുനിയാവ്. പക്ഷേ വലിയ ഒരു വിഭാഗം ഈ ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ ചിന്തിക്കാൻ അവസരം കിട്ടാത്തവരാ. കുറച്ചെന്തൊക്കെ അറിയാം, ചിലർക്ക് അറിയണമെന്നില്ല, ചിലർ അറിഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അപ്പൊ ആ ഒരു നിലവാരത്തിൽ ഇവിടെ നമ്മൾ വീട്ടിൽ പോറ്റി വളർത്തുന്ന കന്നുകാലികളെക്കാളും ആടുമാടുകളെക്കാളും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തിന്നുക, കുടിക്കുക, സുഖിച്ച് ജീവിക്കുക, അങ്ങനെ മരിക്കുന്നവരെ ആസ്വദിക്കുക എന്നുള്ള ചെറിയൊരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ വലിയ ബുദ്ധിജീവികളും സമ്പന്നരും രാഷ്ട്രനായകന്മാരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ഒക്കെയുണ്ട്. എന്ത്? തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ഇതാണ് ജീവിതം. എല്ലാം കളി. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിന്റെ ആസ്വാദനം, ഇവിടെയുള്ള നിസ്സാരമായ നൈമിഷിക സന്തോഷങ്ങൾ, അതെല്ലാം മനുഷ്യനെ കെണിയിലകപ്പെടുത്തും. യഥാർത്ഥ ജീവിതം അവന്റെ ഹൃദയത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നു. അവന്റെ കണ്ണിൽ ജീവിതത്തെ കുറിച്ച് കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ വന്നു പോകുന്നു. അങ്ങനെ ദുനിയാവ് ഒരു ചതിയായി മാറും. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം, നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം, നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു. അതിനിടക്ക് തിന്നുക, കുടിക്കുക, സന്തോഷിക്കുക എന്നൊരു നിസ്സാരമായ അജണ്ട, അതിനു വേണ്ടിയുള്ള നെട്ടോട്ടം. അവരെ സംബന്ധിച്ചിടത്തോളം ഐഹിക ജീവിതം എന്ന് പറയുന്നത് ചതിയുടെ ഒരു വിഭവം മാത്രമാണ്, വഞ്ചനയാണ്, കെണി. ഈ ചതിയിൽപ്പെട്ട് പരാജയപ്പെടും. ഈ തീന്റെ അരികിൽ വരുന്ന ഈയാമ്പാറ്റകളെ പോലെ തൽക്കാലം ഒരു സന്തോഷത്തോടു കൂടി വരും, ആ തീയിൽ വീണ് കരിഞ്ഞങ്ങ് തീരും. ദുനിയാവിന്റെ ആസ്വാദനത്തിന്റെ പിറകെ പോകും. അവിടെ മണ്ണടിഞ്ഞ് അവൻ പരലോകം, സ്വർഗം നഷ്ടപ്പെടുത്തുകയും നരകം വിലക്കി വാങ്ങുകയും ചെയ്യുന്ന അവസ്ഥ വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ ഉന്നയിച്ച അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള നിർണായകമായ ചോദ്യം
നമ്മുടെ ഹൃദയമിടിപ്പുകളോടൊപ്പം ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കട്ടെ. ഏതാണ് ആ ചോദ്യം? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ്, ഒരിക്കലും നമ്മുടെ അരികിലേക്ക്, അള്ളാഹുവിന്റെ അരികിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു? നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ അള്ളാഹുവെ നീ ഞങ്ങളെ വെറുതെ സൃഷ്ടിച്ചതല്ല, അപ്പൊ പിന്നെ ഉത്തരം വേണം, എന്തിനു സൃഷ്ടിച്ചു? അള്ളാഹുവെ തീർച്ചയായും ഞങ്ങൾ നിന്റെ അരികിലേക്ക് മടങ്ങി വരും. ശരി, എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങി ചെല്ലേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒന്നാമത്തെ വിഷയത്തിനുള്ള ഉത്തരം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരെ മുഴുവൻ അവരിപ്പോൾ പല നാട്ടിലാണ് താമസിക്കുന്നത്, പല ഭാഷയാണ് സംസാരിക്കുന്നത്, പല മതങ്ങളാണ് സ്വീകരിച്ചത്, പല കുടുംബങ്ങളാണ് അവർക്കുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ശരി, ഏത് നാട്ടിലാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, ഏത് പാർട്ടിയാകട്ടെ, ഏത് കുടുംബമാകട്ടെ, മനുഷ്യനാണോ എങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, മുഴുവൻ മനുഷ്യരുടെയും സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹു സൃഷ്ടിച്ചതല്ലാത്ത ഒരാളെ ലോകത്തിന്റെ ഏത് ദിക്കിൽ പോയി തിരഞ്ഞാലും ഒരു പുൽക്കൊടി പോലും കണ്ടെത്താൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു അല്ലാതെ മറ്റു വല്ലതും സൃഷ്ടിച്ചത് കാണിക്കാൻ പറ്റും? അല്ലാഹു അല്ലാത്തവർ സൃഷ്ടിച്ച വല്ല വസ്തുക്കളെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? തെരഞ്ഞു നടക്കേണ്ടി വരും, എവിടെയും കാണാൻ കഴിയില്ല. ഒരു നിസ്സാരമായ പുൽക്കൊടി പോലും സർവാധികാരിയുടെ സാക്ഷാൽ സത്താവുമായ അള്ളാഹുവിന്റെ നിർമ്മിതിയാണ്. എന്തിനാണ് നമ്മെ സാക്കൂടുന്നത്? നമ്മളും അങ്ങനെ തന്നെ. എന്തിനാണ് ഈ മനുഷ്യനെ അള്ളാഹു പടച്ചത്? ലോകത്തിന്റെ ഏത് ദിക്കിൽ താമസിക്കുന്നവരാണെങ്കിലും, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരാണെങ്കിലും, പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ലോകാവസാനം വരെ ഈ ലോകത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മനുഷ്യർ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ഒന്നാമത്തെ ഉത്തരം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അഖില പ്രവാചകന്മാർക്കും വഹി നൽകിയ, ദിവ്യബോധനം നൽകിയ ഒരു വിഷയമുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ പ്രവാചകനോ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയോ അല്ല. ലോകത്ത് തുടക്കം മുതൽ നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള അഖില പ്രവാചകന്മാരും ഈ ലോകത്തെ ഏതൊരു ആദർശവും ജീവിത ലക്ഷ്യവുമാണോ പഠിപ്പിച്ചത്, അത് അങ്ങനെ തന്നെ അതിന്റെ പൂർണ്ണതയോടെയും കൃത്യതയോടെയും പിൽക്കാലത്ത് ആരെങ്കിലും അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ശരിയെന്തെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടും അന്തിമ നാൾ വരെ നിലനിൽക്കുന്ന തെളിവുകളോടുകൂടി സമർപ്പിക്കാനാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, ലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഓ പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ദിവ്യബോധനം നൽകപ്പെട്ട ഒരു സംഗതിയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പഠിപ്പിച്ചു. കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരെയും ആ കാര്യം പഠിപ്പിച്ചു. നൂഹ് അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു വഹീയിലൂടെ അറിയിച്ച ഒരു വിശേഷമുണ്ട്. എന്താണ് എന്നറിയാമോ? ലഇൻ അശ്റക്ത ലയഹബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ലഇൻ അശ്റക്ത, നീ തന്നെയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിൽ, ലയഹബതന്ന അമലുക, നിന്റെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും, പാഴായി പോകും, വിലയില്ലാത്തതായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും നീ നഷ്ടക്കാരിൽ അഥവാ നരകക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. താങ്കൾ തന്നെയാണ് ശിർക്ക് വെച്ചു പുലർത്തുന്നതെങ്കിൽ താങ്കളുടെ എല്ലാ നല്ല കാര്യങ്ങളും കൂടി നിസ്കരിച്ചിട്ടുണ്ടാകും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും, നോമ്പെടുത്തിട്ടുണ്ടാകും, മാതാപിതാക്കളെ ശുശ്രൂഷിച്ചിട്ടുണ്ടാകും, പരിപാലിച്ചിട്ടുണ്ടാകും, പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ടാകും, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല ശിർക്ക് വന്നാൽ. അപ്പൊ എന്താ ശിർക്ക് എന്നറിയണം. ശിർക്ക് ചെയ്താൽ നീ നിന്റെ മുഴുവൻ നന്മകളും പാഴായി, നീ നരകക്കാരനായി. അതുകൊണ്ട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? അതിനാൽ നീ അല്ലാഹുവെ മാത്രം ആരാധിക്കണം. നീ അങ്ങനെ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം. അല്ലാഹുവെ മാത്രം ആരാധിക്കണം, നീ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം.
ശിർക്ക് വന്നാൽ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്നും നരകത്തിൽ വീഴുമെന്നും പറയുമ്പോൾ എന്താണ് ശിർക്കെന്നറിയണം. എന്താണ് ശിർക്കെന്നറിയാമോ? തൊട്ടുടനെ പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതം പ്രവർത്തിക്കലാണ്. നീ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, നീ അവന് നന്ദി കാണിക്കണം. നമ്മെ സൃഷ്ടിച്ചവരാരാ? അള്ളാഹു. നമുക്ക് കാണാനുള്ള കണ്ണുകൾ നൽകിയതാരാ? അള്ളാഹു. പിടിക്കാനുള്ള കൈകൾ നൽകിയതാരാ? അള്ളാഹു. നടക്കാനുള്ള കാലുകൾ നൽകിയത്, കേൾക്കാനുള്ള കാതുകൾ നൽകിയത്, ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയത്, ഈ പ്രപഞ്ചത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ചത് ഇതെല്ലാം ആരാണ്? ഇതെല്ലാം അള്ളാഹു. എങ്കിൽ ആ അള്ളാഹു നിങ്ങൾക്ക് സകലമായ അനുഗ്രഹങ്ങളിൽ ചൊരിഞ്ഞിരുന്നതിന് നിങ്ങൾ അവനെ നന്ദി കാണിക്കണം. പ്രസ്താവനയുള്ള നന്ദി, അവനെ മാത്രം ആരാധിക്കുക. ബലില്ലാഹ ഫഅബുദ് വകും മിനശ് ശാകിരീൻ. അതിനാൽ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, നിങ്ങൾ അവന് നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം. എന്തുകൊണ്ട് അള്ളാഹുവെ മാത്രം ആരാധിക്കണം? അത് അവനുള്ള നന്ദിയാണ്. 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലൂടെ 65-66 ആയത്തുകളിൽ പഠിപ്പിച്ചു. ബലില്ലാഹ ഫഅബുദ്, നിങ്ങൾ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ. വകും മിനശ് ശാകിരീൻ, അതിനാൽ നിങ്ങൾ നന്ദി കാണിക്കുന്നവർ, അതുവഴി നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടണം. സൃഷ്ടാവിലുള്ള നന്ദി, അവനെ മാത്രം ആരാധിക്കുക. അവനെ മാത്രം ആരാധിക്കാതെ ആരാധന എന്തെല്ലാം കാര്യങ്ങളാണ്, അതിലേതെങ്കിലും ഒരിനം കേവലം സത്യങ്ങൾക്ക് സമർപ്പിച്ചാൽ അത് വിഗ്രഹങ്ങളുടെ മുമ്പിലാണെങ്കിലും ജാറത്തിലാണെങ്കിലും ബാബമാർക്കാണെങ്കിലും ബീവിമാർക്കാണെങ്കിലും ഉമ്മമാർക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും സിദ്ധന്മാർക്കാണെങ്കിലും വലിയമാർക്കാണെങ്കിലും അങ്ങനെ ഈ ലോകത്തുള്ള ഏതേത് സത്യജാലങ്ങൾക്ക് ജീവനുള്ളവയാകട്ടെ ജീവനില്ലാത്തവയാകട്ടെ സാക്ഷാലാരാധ്യനായ സർവാധികാരിയും മണ്ഡകടാഹങ്ങളുടെ ഉടമസ്ഥനുമായ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, അത് ഒരു കാരണവശാലും കേവലം സൃഷ്ടികൾക്ക് സമർപ്പിച്ചുകൂടാ. എത്ര മഹാന്മാരാണെങ്കിലും അവരെ ആദരിക്കുക, യോഗ്യരാണെങ്കിൽ അവരെ അനുസരിക്കുക, അനുകരിക്കുക എന്നല്ലാതെ ഒരിക്കലും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന സൃഷ്ടികളാർക്കും തന്നെ സമർപ്പിക്കരുത്. പ്രവാചകന്മാർക്ക് സമർപ്പിക്കരുത്, മലക്കുകൾക്ക് സമർപ്പിക്കരുത്, ജിന്നുകൾക്ക് സമർപ്പിക്കരുത്, മഹാന്മാർക്ക് സമർപ്പിക്കരുത്. അതേപോലെ തന്നെ കല്ലുകൾക്കും മുള്ളുകൾക്കും വിഗ്രഹങ്ങൾക്കും കുരിശിനും ഒന്നും സമർപ്പിച്ചുകൂടാ. നമ്മുടെ ആരാധന സാക്ഷാൽ ആരാധനായ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കണം. ബലില്ലാഹ ഫഅബുദ് വകും മിനശ് ശാകിരീൻ, അതിനാൽ നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കുക, നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടുക. അപ്പൊ ശിർക്ക് ചെയ്താൽ കർമ്മം പൊളിയും, നരകത്തിൽ വീഴുമെന്ന് പറഞ്ഞാൽ എന്താ ശിർക്ക്? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ. ലോകത്താരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ടോ? പരിശോധിച്ചാൽ കാണാം പലരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുറ്റന്മാരെ ആരാധിക്കുന്നവർ, മഖബറകളിൽ മറമാടപ്പെട്ട ഔലിയാക്കന്മാരെ വിളിച്ചു തേടി ആരാധന നിർവഹിക്കുന്നവർ. അപ്പൊ ചിലർ വിചാരിക്കും ആരാധനയും പൂജയും ഞങ്ങൾ കൊടുക്കുന്നല്ലോ, വിളിച്ചു തേടുന്നല്ലേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുആഉഹു വൽ ഇബാദ, സഹായതത്വം പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. എന്നിട്ടതിന് തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ 40-ാമത്തെ സൂറത്തുൽ മുഅ്മിനിലെ 60-ാമത്തെ ആയത്തിൽ കേൾപ്പിച്ചു, യഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഉദൂനി, എന്നെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, പ്രാർത്ഥനയാകുന്ന ഇബാദത്തിൽ അഥവാ ആരാധനയിൽ നിങ്ങൾ മറ്റുള്ളവരെ പങ്കുചേർത്ത് അഹങ്കരിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, നിന്നരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. എന്നിട്ട് ഈ ആയത്തോട് കേൾപ്പിച്ച് തെളിവായി കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലേ? കടബാധ്യതകളിൽ നിന്ന് കരകയറണം, ജീവിത തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകണം, അതേപോലെ നമ്മുടെ കച്ചവടം പൊളിയാതിരിക്കണം, അതേപോലെ തന്നെ രോഗം വരാതിരിക്കണം, വന്ന രോഗം ശുദ്ധയായി കിട്ടണം, മക്കൾക്ക് കല്യാണം ഉണ്ടാകണം, ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം, സങ്കടങ്ങളിൽ നിന്ന് കരകയറണം, സന്തോഷമുണ്ടാകണം, നന്മയും ശാന്തിയും ഉണ്ടാകണം. ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സമാധാനത്തോടെ ആശ്വാസത്തോടെ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ലഭിക്കുമെന്ന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴിതാ സർവാധികാരിയും സർവശക്തനും എല്ലാത്തിനും കഴിവുള്ളവനുമായ അള്ളാഹുവോടാണ് യാചിക്കേണ്ടത്, അവരോടാണ് ചോദിക്കേണ്ടത്. നമ്മുടെ തേങ്ങലുകളും വിതുമ്പലുകളും അർപ്പിക്കേണ്ടത് അവന്റെ മുന്നിലായിരിക്കണം. നമ്മുടെ ഹൃദയം അറിഞ്ഞ ചോദ്യം അവരോടായിരിക്കണം. നമ്മുടെ സഹായത്തെയും ഇസ്തിഗാസയും പ്രാർത്ഥനയും അവനോട് മാത്രമായിരിക്കണം. വഅന്നൽ മസാജിദ ലില്ലാഹ്, സുജൂദിന്റെ കേന്ദ്രങ്ങൾ പള്ളികളെല്ലാം അല്ലാഹുവിന് മാത്രമാണ്.
ഫലാ തദഊ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത്. ഓരോ മുസ്ലിമും ഒന്നാമതായി പഠിക്കേണ്ട സൂറത്തുൽ ഫാത്തിഹ, നിർബന്ധമായി നമസ്കാരത്തിൽ അവൻ ഉരുവിട്ടേണ്ട ഓരോ റക്അത്തിലും ഉരുവിടേണ്ട സൂറത്തുൽ ഫാത്തിഹ. അതിന്റെ മർമ്മം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹുവേ, പരമകാരുണികനായ സത്താവേ, സാക്ഷാൽ ആരാധ്യനായ അല്ലാഹുവേ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം, ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം, ഞങ്ങൾക്കെല്ലാ ഒത്താശകളും നൽകണം, ഞങ്ങൾക്ക് നന്മയുടെ ജീവിതം നൽകണം. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നരകത്തിന്റെ കെടുതിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം, ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്നിങ്ങനെ ഹൃദയാന്തരാളങ്ങളിൽ നിന്നുതിരേണ്ട മുഴുവൻ തേങ്ങലുകളും പ്രാർത്ഥനകളും അത് സമർപ്പിക്കേണ്ടത് അർഹതയുള്ള സാക്ഷാൽ ആരാധനയിൽ ഏകയിലായ അല്ലാഹുവിൽ മാത്രമായിരിക്കണം. പക്ഷേ ഇന്ന് നടക്കുന്നത് അങ്ങനെയാണോ? അല്ല. ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും വിഗ്രഹങ്ങളുടെ മുന്നിൽ, ശരണം വിളിക്കാൻ ദൈവങ്ങളുടെ വ്യത്യസ്തമായ ദൈവങ്ങളുടെ മുന്നിൽ, അല്ലേ, വിതുമ്പലുകളും തേങ്ങലുകളും സുജൂദും അർപ്പിക്കുകയാണ് മയ്യത്തുകളുടെ മുന്നിൽ, മറമാടപ്പെട്ട മക്ബറകളിലുള്ള വ്യക്തികളുടെ മുന്നിൽ, ശവകുടീരങ്ങൾക്ക് മുന്നിൽ മനുഷ്യർ കുമ്പിടുന്നു. എന്നിട്ട് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്നു. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട സുജൂദും ആരാധനയും ഈ കേവലം സൃഷ്ടികൾക്കും വിഗ്രഹങ്ങൾക്കും സമർപ്പിക്കുന്നു. അതേപോലെ അള്ളാഹുവെ ഭയപ്പെടുന്നത് പോലെ സൃഷ്ടികളെ ഭയപ്പെടുന്നു, അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ സൃഷ്ടികളെ സ്നേഹിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ആരാധനയുടെ വിവിധങ്ങളായ ഇനങ്ങൾ കേവലം സൃഷ്ടികൾക്ക് നൽകുന്ന അവസ്ഥ ഇന്ന് ഈ ലോകത്ത് കാണുന്നു. സാക്ഷാൽ ആരാധന ആരാധിക്കുന്നതിന് പകരം പകരത്തെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് വ്യാപകമായി പോയി. ഇത് ന്യായമാണോ? ഇത് ന്യായമാണോ? ജരാനരകൾ ബാധിക്കുന്നവരാണോ നമ്മുടെ സത്താവായിരിക്കേണ്ടത്? നമ്മുടെ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ളവരായിരിക്കേണ്ടത്? മലമൂത്ര വിസർജനം നടത്തുന്നവർക്കാണോ നമ്മൾ ആരാധന കൊടുക്കേണ്ടത്? സ്വന്തം വാർദ്ധക്യം തടയാൻ കഴിയാത്തവർ, സ്വന്തം സൗന്ദര്യം നിലനിർത്താൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർക്കാണോ നമ്മൾ ആരാധന കൊടുക്കേണ്ടത്? മരിച്ചു മണ്ണടിച്ചു പോയവർ, അവർക്കാണോ നമ്മൾ ആരാധന കൊടുക്കേണ്ടത്? കേവലം ശിലയായി ഇങ്ങനെ നിൽക്കുന്ന, സ്വന്തത്തിന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അതിനെപ്പോലും ശരിപ്പെടുത്താൻ കഴിയാത്തവർ, ഇങ്ങനെ ഒരുപാട് അയോഗ്യതകൾ മാത്രം നിറഞ്ഞ സൃഷ്ടികൾക്കാണോ സഗുണസമ്പൂർണനായ സാക്ഷാൽ ആരാധന മാത്രം നൽകേണ്ട ഈ അന്ധകടാഹങ്ങളുടെ ഉടമസ്ഥനായ സർവാധികാരിയായ പ്രപഞ്ചത്തിന്റെ സത്താവായ പരമാധികാരിയായ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആരാധന ഏത് അടിസ്ഥാനത്തിലാണ് നാം കേവലം സൃഷ്ടികളിലേക്ക് സമർപ്പിക്കുക എന്ന് ബുദ്ധിയുള്ള ഓരോരുത്തരും ചിന്തിക്കേണ്ടതല്ലേ? ന്യായമായ ചോദ്യം. അർഹതയുള്ളവനെ മാത്രമേ ആരാധിക്കാവൂ. കാരണങ്ങൾ എണ്ണി പറഞ്ഞു. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. ഓ മനുഷ്യരെ എന്നാണ്, മുസ്ലിങ്ങളോടല്ല, അറബികളോടല്ല, ഖുറൈശികളോടല്ല, ലോകത്തെ മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകളോടും. അവനിപ്പോൾ മുസ്ലിമായിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ക്രിസ്ത്യാനി ആയിരിക്കാം, യുക്തിവാദി ആയിരിക്കാം, ലോകത്തിന്റെ ഏത് കോണിൽ താമസിക്കുന്നവരുമായിരിക്കാം. പക്ഷേ മനുഷ്യനാണോ? അവനെ സൃഷ്ടിച്ച ഒരേ സത്താവാൻ. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾ ഒന്നും അറിയാത്ത ഒരു അവസ്ഥയിൽ ആ കാലഘട്ടത്തിൽ നിങ്ങളെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവന്നവൻ അല്ലാഹു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ സത്താവും ഉടമസ്ഥനും സംരക്ഷകനുമായ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെ മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകും, ജീവിതത്തിന് അർത്ഥമുണ്ടാകും, ധാർമ്മികതയുണ്ടാകും, അല്ലാഹുവെക്കുറിച്ച് ഭയമുണ്ടാകും. അങ്ങനെ നന്മ മാത്രമേ ജീവിതത്തിൽ കൊണ്ടുവരൂ എന്ന നിലവാരത്തിൽ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, തഖ്വയുണ്ടാകണമെങ്കിൽ നിങ്ങൾ അർഹതയുള്ളവരെ മാത്രം ആരാധിക്കണം. ഈ തഖ്വ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അർഹതയില്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ടോ കാരണങ്ങൾ വീണ്ടും എണ്ണി പറഞ്ഞു. അല്ലദീ ജഅലകുമുൽ അർള ഫിറാശ, അവനാണ് ഈ ഭൂമിയെ വിരിപ്പാക്കി തന്നത്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ സുരക്ഷിതമായ മേലാപ്പാക്കി തന്നത്. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നമുക്ക് ജീവജലം നൽകിയത്. ഫഅഖറജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴ മുഖേന നിങ്ങൾക്ക് ഭക്ഷണമായി കനികൾ ഉൽപ്പാദിപ്പിച്ചത് അവനാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ചിന്താശേഷിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ ഒരിക്കലും ആ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. അഥവാ അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട കാര്യം ആരാധന, പ്രാർത്ഥന, നേർച്ച, ബലി, ഇതൊന്നും തന്നെ
മാത്രമേ നിങ്ങൾ സൃഷ്ടികൾക്കാർക്കും സമർപ്പിക്കരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ നിങ്ങൾ അവന് സമന്മാരെ ഉണ്ടാക്കരുത്. ഇങ്ങനെ സൃഷ്ടികളെ ആരാധിക്കുന്ന പലരും രാജ്യത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സൃഷ്ടാവ്, അവൻ തന്നെയാണ് സർവാധികാരി, അവൻ തന്നെയാണ് ഉടമസ്ഥൻ, അവൻ തന്നെയാണ് അറസിന്റെ ഉടമസ്ഥൻ, അവൻ തന്നെയാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവരൊക്കെ ശരി. പക്ഷേ അവനിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമെങ്കിൽ ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ മഹത്തുക്കളും പ്രവാചകന്മാരുമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ജിന്നുകളോ മലക്കുകളോ അങ്ങനെയുള്ള സൃഷ്ടികൾ, അവരാരെങ്കിലും ഞങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ ഇടയാളന്മാരായി വരണം. പക്ഷേ തനിക്ക് ആരാധന സമർപ്പിക്കുന്നിടത്ത് ഇടയാളന്മാരെ കൊണ്ടുവരുന്നതും അങ്ങനെ ഇടയാളന്മാരെ വിളിച്ചു തേടുന്നതും ഇടയാളന്മാർക്ക് ആരാധന അർപ്പിക്കുന്നതും ഒരു കാലഘട്ടത്തിലും അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. അത്തരമൊരു സമ്പ്രദായം ഈ ലോകത്തുടലെടുത്തു. അപ്പോഴെല്ലാം അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നതാണ് ചരിത്രം. ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. എല്ലാ സമുദായത്തിലും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. അനി അബ്ദുല്ലാഹ്, അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ. വജ്തനിബുത് താഗൂത്ത്, പിശാചിനെ ഒഴിവാക്കണം, മറ്റു ആരാധനയെല്ലാം തുറമൂർത്തികളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം, വർദ്ധിക്കണം, നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം എന്ന ദിവ്യബോധനവുമായി അഖില പ്രവാചകന്മാരെയും അയച്ചു. എല്ലാ വമാ അർസൽനാ മിർ റസൂൽ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നാം വഹി നൽകാതെ ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅബ്ദൂൻ, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം. നമ്മുടെ ഒന്നാമത്തെ ചുമതല നമ്മുടെ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണം. നമ്മുടെ പ്രാർത്ഥന സ്രഷ്ടാവിനോട് മാത്രമായിരിക്കണം. വിളിച്ചു തേടുന്നത് അവനോട് മാത്രമായിരിക്കണം. അല്ലാതെ റബീഉൽ അവൽ മാസം വരുമ്പോൾ മുഹമ്മദ് നബിയെ വിളിച്ചു തേടുക, റബീഉൽ ആഖിർ മാസം വരുമ്പോൾ മൊഹീദീൻ ശൈഖിനെ വിളിച്ചു തേടുക, അതേപോലെ ജീവിതത്തിന്റെ ഉടനീളം ശൈഖുമാരെയും ബീവിമാരെയും ബദരീങ്ങളെയും എല്ലാം തങ്ങന്മാരെയും എല്ലാം വിളിച്ചു തേടുന്ന ഒരു സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണായകമായി പഠിപ്പിച്ച തൗഹീദ് നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു. തൗഹീദിൽ നിന്ന് വിട്ടു ബഹുദൈവത്വത്തിന്റെ അടയാളം അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലോ പിന്നെ നമ്മെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. വമൻ അളല്ലു മിമ്മൻ യദഊ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്തിമനാൾ വരെ ഉത്തരം നൽകാത്തവർ വിളിച്ചു തേടുന്നവരെക്കാൾ ഏറ്റവും വൈവേറ്റവർ മറ്റാരുണ്ട് എന്നാണ് ചോദ്യം. വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ വഴികേടിലേക്ക് നയിക്കുന്ന പ്രാർത്ഥനകളാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഞാൻ ആരെയാ വിളിക്കുന്നത്? ഞാൻ ബദരീങ്ങളെന്ന് വിളിക്കാറുണ്ടോ? മൊയ്തീൻ ശൈഖിനെ വിളിക്കാറുണ്ടോ? മുഹമ്മദ് നബിയെ തങ്ങളെ എന്റെ പ്രശ്നം പരിഹരിക്കണേ എന്ന് പറയാറുണ്ടോ? അതേപോലെ കുത്തുബിയത്ത് നടത്തിയും മൊയ്തീന്മാരെ ചൊല്ലിയും മൊയ്തീൻ ശൈഖേ ഔസുൽ ഔദമേ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ എന്ന് വിളിക്കാറുണ്ടോ? എങ്കിൽ നമ്മൾ ആലോചിച്ചോളൂ, അവനേക്കാൾ വഴിതെറ്റിയവൻ മറ്റാരുമില്ല. ഇത് ഖുർആൻ 46-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാഫിലെ 5-ാമത്തെ ആയത്തിൽ ഇന്ന് തന്നെ പോയി നോക്കണം, ചോദിക്കണം, പഠിക്കണം. അല്ലേ? വ്യക്തമായി പറഞ്ഞു. ഇനി അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് കരുതിയാണോ വിളിക്കുന്നത്? നിങ്ങൾ ജൽപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു വിട്ട് ആരെ നിങ്ങൾ വിളിക്കുന്നുണ്ടോ വിളിച്ചോളൂ. പക്ഷേ നിങ്ങൾ ആരെ വിളിച്ചാലും, ഏത് ശൈഖിനെ വിളിച്ചാലും, ബീവിയെ വിളിച്ചാലും, മാമയെ വിളിച്ചാലും, ഉമ്മയെ വിളിച്ചാലും, അമ്മയെ വിളിച്ചാലും, ലോകത്താരെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. പക്ഷേ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ജൽപ്പിക്കുന്നവരൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. എനിക്ക് മൊയ്തീൻ ശൈഖിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, ബാബയെ വിളിക്കാം, ബീവിയെ വിളിക്കാം, ഉമ്മയെ വിളിക്കാം എന്നൊക്കെ പറയുന്ന ആളുകൾ നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോളൂ. ലോകത്ത് അള്ളാഹുവെ വിട്ട് ഏതെല്ലാം സമുദായങ്ങൾ, ഏതെല്ലാം വ്യക്തികൾ ലോകത്ത് ആരെയെല്ലാം വിളിച്ചു സഹായം തേടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോളൂ, അങ്ങനെ ചെയ്താലും നിങ്ങളുടെ ഒരു ദുരിതം നീക്കാനോ നിങ്ങളുടെ ഒരു അവസ്ഥക്ക് മാറ്റം വരുത്താൻ അവർ കൊണ്ട് കഴിയില്ല. നിങ്ങൾ പട്ടിണിയാണെങ്കിൽ ആ പട്ടിണി മാറ്റാൻ അവർ കൊണ്ട് കഴിയില്ല. നിങ്ങൾ രോഗമാണെങ്കിൽ ആ രോഗം മാറ്റാൻ കഴിയില്ല. പിന്നെ ഏത് വകയിലാണ് അവർ വിളിക്കുന്നത്?
അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളുടെ അവസ്ഥ മാറ്റി ഞങ്ങൾ ആഗ്രഹം സബലീകരിക്കും എന്ന് കരുതിയിട്ടാണ് ഇവരൊക്കെ വിളിക്കുന്നെങ്കിൽ അള്ളയാണല്ലോ പറയേണ്ടത്. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ആ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 57 ആയത്തുകളാണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത്. എന്താണ്? നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് ആ വിളിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. ഫലാ യംലികൂന, അതിനുള്ള ഉടമാവകാശം കഴിവ് അള്ള കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്ന് കരുതി വിളിക്കാനും പറ്റൂല. എന്ന് മാത്രമല്ല, നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവര് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തായിട്ട് പറയുന്നു. അവരല്ലാനെ മാത്രം വിളിക്കുന്നവരാ ഉലൈക്കല്ലദീന യദഊൻ യബ്തഗൂന ഇലാ റബ്ബിഹിൽ വസീല അയ്യുഹും അഖറബ്. റബ്ബിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അള്ളാഹുവിലേക്ക് മാർഗമന്വേഷിക്കുന്നവരാണ് എന്നാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവരെ നിങ്ങൾ അള്ളാഹുവിനുടെ ഇടയാളന്മാരായി സ്വീകരിച്ച് അവരെ വിളിച്ചു വിടുകയാണോ എന്ന സൃഷ്ടികളെ വിളിക്കുന്നതിന്റെ അന്തസാര ശൂന്യത വ്യക്തമാക്കുകയാണ് ഖുർആൻ. അതുകൊണ്ട് അർഹതയുള്ളവനെ മാത്രം ആരാധിക്കണം. ഇനി നാളെ അള്ളാഹുവിന്റെ അരികിലേക്ക് ചെന്നാൽ നമ്മൾ ഈ വിളിച്ച ആരെങ്കിലും നമ്മെ സഹായിക്കാൻ അമ്പിയാക്കളുണ്ടോ? അമ്പിയാക്കൾ അവിടെ ഉണ്ട്. പക്ഷെ അവരെ വിളിച്ചവരെ സഹായിക്കാൻ അവർ വരുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് ആരാണോ അമ്പിയാക്കളെ വിളിച്ചു തേടിയത് അവരെല്ലാം നാളെ അമ്പിയാക്കൾ തള്ളിപ്പറയുകയാണ് ചെയ്യുക. എന്ന് മാത്രമല്ല, വത്തഖൂമല്ല തജ്സീ നഫ്സുൻ നഫ്സുൻ ശൈഅ, ഒരാളും മറ്റൊരാൾക്കൊരു പ്രയോജനവും ചെയ്യാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ യുഖ്ബലു മിൻഹാ ശഫാഅ, ഒരു ശുപാർശയും പരിഗണിക്കപ്പെടാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലാ യുഖദു മിൻഹാ അദലുൻ, പകരമായി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ദണ്ഡം സ്വീകരിക്കപ്പെടാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വലാഹും യുൻസറൂൻ, ഒരാൾക്കും ആരാലും സഹായം വന്നെത്താത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മോടാ പറയുന്നത്, നിങ്ങളൊരു ദിവസത്തെ പേടിക്കണം. അന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. കുല്ലുഹും മാത്തിഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും ഖിയാമത്ത് നാളിൽ ഒറ്റയ്ക്ക് വരണം. ദുനിയാവിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ വന്നത്. എന്നാൽ പരലോകത്തെ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം ചോദിച്ചില്ലേ, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, മടക്കപ്പെടും. എങ്ങനെ? ഒരു സംഘവുമായിട്ടാണോ, ഒരു പാർട്ടിയായിട്ടാണോ, ഒരു ടീമായിട്ടാണോ, ഒരു നാടായിട്ടാണോ? അല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലണം. നഫ്സ് നഫ്സ് നഫ്സിയ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നഫ്സ് എന്റെ നഫ്സ്, ഇതിനെ എങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് വേവലാതിപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അള്ളാഹുവിന്റെ വിചാരണയെ നേരിടാൻ നാളെ മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അങ്ങനെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ഈ ലോകത്തെ ഏറ്റവും മഹാനായ വ്യക്തിയാരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെക്കാൾ വലിയൊരു തങ്ങൾ ഈ ലോകത്തില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ബീവിമാരിൽപ്പെട്ട ഒരു ബീവിയാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയമകൾ, സ്വർഗത്തിലെ യുവതികളുടെ നേതാവ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവിയേക്കാൾ വലിയൊരു ബീവിയുണ്ടോ? ഇല്ല. ഫാത്തിമ ബീവിയെ അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ദുനിയാവിന്റെ കാര്യം എന്റെ അടുത്തുള്ളതാണെങ്കിൽ ഞാൻ തരും. പക്ഷേ അൻഖിദീ നഫ്സക മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ നീ തന്നെ രക്ഷിച്ചുകൊള്ളണം. ഞാൻ അന്തിമ പ്രവാചകൻ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മോളാണെന്നും പറഞ്ഞ് നിനക്ക് സ്വർഗത്തിൽ പദവി കിട്ടൂല. നിനക്ക് സ്വർഗത്തിൽ പദവി കിട്ടണമെങ്കിൽ അത് നിന്റെ ഈമാനും നിന്റെ അമലും നിന്റെ യോഗ്യതയും കാരണമായിട്ടാണ്. മുഹമ്മദ് നബിയുടെ മകളെന്ന് പറഞ്ഞു കിട്ടിയാൽ എത്രയോ നബിമാരുടെ മക്കൾ സ്വർഗം കിട്ടാത്തവരിലെ ഉദാഹരണം നൂഹ് നബിയുടെ മകൻ. അതേപോലെ എത്രയോ നബിമാരുടെ വാപ്പമാര്, ഇബ്രാഹിം നബിയുടെ വാപ്പയെ പോലെ. എത്രയോ നബിമാരുടെ ഭാര്യമാര്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെയും നൂഹ് അലൈഹി ഇസ്ലാമിന്റെയും ഭാര്യമാരെ പോലെ. പ്രവാചകന്മാരുടെ ബന്ധുക്കളായിട്ട് പോലും നാളെ സ്വർഗം കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ഒരു വലിയനെയും വിളിക്കരുത്, ഒരു നബിയെയും വിളിക്കരുത്, ഒരു മലക്കിനെയും വിളിക്കരുത്, ഒരു ജിന്നിനെയും വിളിക്കരുത്. അല്ലാഹുവേ എന്ന് മാത്രം ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് രഹസ്യമായും പരസ്യമായും വെളിയാളമുണ്ടാകേണ്ടവനാണ് നന്ദിയുള്ള അടിമ. അതുകൊണ്ട് അല്ലാഹുവെ മാത്രം ആരാധിക്കണം. കാരണം ഫാത്തിമ ബീവിയോട് പോലും റസൂലുള്ള പറഞ്ഞു, മോളെ, നരകത്തിൽ നിന്ന് നിന്റെ തടി നീ കാത്തോളണം. ഏറ്റവും വലിയ ബീവിയോട് ഏറ്റവും വലിയ തങ്ങൾ പറയാ, വലാ അംലികുലക ദർറൻ വലാ നഫാ, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ എനിക്ക് ചെയ്യാൻ ഉടമപ്പെടുത്തിയിട്ടില്ല. നിനക്ക് ഹയർ ചെയ്യാനും പറ്റില്ല. ഇനി നിന്നോട് ദേഷ്യം പിടിച്ച് നിനക്കെന്തെങ്കിലും അപകടം വരുത്താൻ അതും എന്നെ കൊണ്ട് സാധ്യമല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധുക്കളെ മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അൻഖിദു അൻഫുസക്കും മിനന്നാർ, നിങ്ങളെ നഫ്സുകൾ നരകത്തുകൾ നോക്കിക്കോ. വല അംലിക്കുലക്കും ദർറൻ വലാ നഫ്ആ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നു, 5 നേരം നമസ്കരിക്കുന്നു, സകാത്ത് കൊടുക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പൊളിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നേരം പുലരുന്നത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മുടെ ദിക്റുകൾ, പ്രാർത്ഥനകൾ അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും തേങ്ങലുകളും അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമായിരിക്കണം. സൃഷ്ടികൾക്ക് പ്രാർത്ഥന കൊടുക്കാൻ വേണ്ടി ഒരുപാട് കേന്ദ്രം നമ്മുടെ രാജ്യങ്ങളിൽ പലയിടത്തും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. മക്കബറകൾ കെട്ടി ഉയർത്തപ്പെട്ടു, ദർഗകളുണ്ടായി, മക്കാമകളുണ്ടായി, അതേപോലെ തന്നെ ശ്രീകോവിലുകളും അൽത്താരകളും, അതേപോലെ തന്നെ പ്രതിഷ്ഠകളും ബിംബങ്ങളും വിഗ്രഹങ്ങളും, ഇങ്ങനെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി ഒരുപാട് കേന്ദ്രങ്ങൾ ലോകത്തുണ്ട്. അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. കാരണം അല്ലാഹു മാത്രമാണ് സത്യം, അവനെ കൂടാതെയുള്ളതെല്ലാം ബാത്തിലാണ്. അല്ലാഹു മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം ബാത്തിലാണ്, വ്യാജമാണ്. അതുകൊണ്ട് വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം വിട്ട് സാക്ഷാൽ ആരാധനായ അല്ലാഹു മാത്രം ആരാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് വരണം. നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കും, ഞാൻ എന്റെ റബ്ബിനെ മാത്രമല്ലേ വിളിച്ചു തേടേണ്ടത്? ഈ അണ്ടകടാഹങ്ങളുടെ ഉടമസ്ഥനായ സർവാധികാരിയും സാക്ഷാൽ ആരാധനും സർവജ്ഞനുമായ എല്ലാം നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും സത്താവായ ആ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ആ ഏറ്റവും നിർണായകമായ ആരാധനകൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സൃഷ്ടികൾക്ക് നമ്മൾ നൽകുക? അതുകൊണ്ട് അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്നേഹിച്ചുകൊണ്ട് നാം സ്വീകരിക്കണം. ഉറച്ച വിശ്വാസത്തോടുകൂടി, യഖീനോടുകൂടി അത് ഉൾക്കൊള്ളണം. ഒരിക്കലും പതറിപ്പോകരുത്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തങ്ങളോ ബീവിയോ കെട്ടിത്തരുന്ന ഒരു ചരട് കെട്ടാൻ പാടില്ല. ചരട് കെട്ടിയാൽ അല്ലാഹുവിനെ കൈയൊഴിഞ്ഞു എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ദുർമന്ത്രങ്ങളും മന്ത്രവാദങ്ങളും ഉണ്ടാകാൻ പാടില്ല. റബ്ബിനെ മാത്രം വിളിച്ചു തേടുക, അവന്റെ ദിക്റുകളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, നന്മയിലൂടെ ജീവിക്കുക. അല്ലാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തീരുമാനിച്ചവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ കഴിയില്ല. അവർ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർ പലിശ ഇടപാടിൽ നിന്ന് മുക്തരായിരിക്കണം, അവർ കള്ളുകുടി ഒഴിവാക്കണം, അവർ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും നടത്താൻ പാടില്ല, അസൂയക്കാരോ അഹങ്കാരികളുമായി മാറാൻ പാടില്ല, യേശുവിന്റെ പരിവേഷണവുമായി നടക്കാൻ പാടില്ല, അതേപോലെ തന്നെ കുറിച്ചുമായി നടക്കുന്നവരോ കൊലപാതകികളുമായി മാറാൻ പാടില്ല, കള്ളം പറയുന്നവരോ തമ്മാടികളുമായി മാറാൻ പാടില്ല. നന്മയുടെ വിശുദ്ധിയുടെ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നവർ, അല്ലാഹുവെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരും അവനെ മാത്രം ആരാധിക്കുന്നവരും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. ആ നിലക്ക് പവിത്രമായ ഒരു ജീവിത സംസ്കാരം സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം നാളെ ഏറ്റവും കെടാത്ത അഗ്നിയെല്ലാം ബന്ധുവിടേണ്ടി വരും. ആ ഒരു ദുരവസ്ഥയിൽ നിന്ന് സർവശക്തനായ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസറിഫൽ ഖുലൂബ് സറിഫ് ഖുലൂബനാ അലാ ഇതാഅതിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബൻ നാർ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.